ഈ അഴിമതിയൊക്കെ ചെയ്തതിൻ്റെ പേരിൽ തലസ്ഥാന നഗരത്തുള്ള ജനങ്ങൾക്കൊക്കെ അറിയാം, ഇനി ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ CPM-ന് കൗൺസിലർമാരുടെ എണ്ണം വളരെയധികം കുറയും, അവർക്ക് ഭരണം കിട്ടൂല. തലസ്ഥാന നഗരത്തെ ജനങ്ങൾ ഇതെല്ലാം വീക്ഷിക്കപ്പെടുന്നുണ്ട്. തലസ്ഥാന നഗരത്തെ ജനങ്ങൾ വിധിയെഴുതിയതിൻ്റെ ഭാഗമായിട്ട് ഇവരുടെ പാർട്ടി സമ്മേളനങ്ങൾ നടന്നപ്പോൾ, അത് ലോക്കൽ കമ്മിറ്റി ആയാലും ഏരിയ കമ്മിറ്റി ആയാലും ജില്ലാ കമ്മിറ്റികളിലും നടന്നിട്ടുള്ള സമ്മേളനങ്ങളുടെ വിലയിരുത്തൽ നടക്കുന്നത് മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഒരു സമ്മേളനത്തിൽ പറഞ്ഞത് ആര്യ രാജേന്ദ്രനെ മേയറായിട്ടിവിടെ വച്ചത് ആനമണ്ടത്തരമായി പോയി എന്ന് പറഞ്ഞത് BJP അല്ല, അവരുടെ പാർട്ടിയുടെ സഖാക്കൾ തന്നെയാണ്. പാർട്ടി സഖാക്കൾ പറഞ്ഞിട്ടുള്ളത് ഈ ആര്യ രാജേന്ദ്രൻ മേയറായിരിക്കുമ്പോൾ അതിൻ്റെ ഈ തലസ്ഥാന നഗരത്ത് അടുത്തൊരു തുടർഭരണം കിട്ടില്ല എന്ന് അവരുടെ പാർട്ടിയുടെ തന്നെ ഇൻ്റലിജൻസ് ഉണ്ട് എന്ന് അവരവകാശപ്പെടുന്ന ആളുകൾ പറഞ്ഞു എന്ന് നിലയ്ക്ക് പാർട്ടിക്കകത്തുള്ള സമ്മേളനങ്ങൾ മാധ്യമങ്ങളിൽ കൂടി അറിയാൻ സാധിച്ചിട്ടുള്ള ഒരു പൊതുപ്രവർത്തകരാണ്. അതായത് CPM തന്നെ പറഞ്ഞു ആര്യ രാജേന്ദ്രൻ ഒരു പക്വതയില്ലാത്തൊരു മേയറാണ്. പക്വതയില്ല എന്നുള്ള ആനമണ്ടത്തരമായി പോയി എന്നാണ് പറഞ്ഞത്. ആര്യ രാജേന്ദ്രനെ മേയറാക്കിയത് അവർക്ക് ആനമണ്ടത്തരമായി പോയി എന്ന് പറഞ്ഞത് CPM തന്നെയാണ്. ആ ആര്യ രാജേന്ദ്രനാണ് ഇത്തരം അഴിമതികൾ വീണ്ടും നടത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഇതിനൊന്നും അവർക്ക് കൗണ്ടർ ചെയ്യാൻ ജനങ്ങൾ പകല് പോലെ കാണുന്ന സത്യങ്ങളെ ഏത് കള്ളത്തരങ്ങൾ കാണിച്ചാൽ, ഇപ്പോൾ അടുത്തൊരു തുടർഭരണം കിട്ടൂല എന്ന് ഉറപ്പ് വന്നപ്പോൾ BJP-യുടെ കൗൺസിലർമാരുള്ള വാർഡുകളെയൊക്കെ കീറിമുറിച്ച് അതിനെ നാമാവിശേഷമാക്കി അവർക്ക് വോട്ട് കൂടുതലുള്ള പ്രദേശങ്ങളെയൊക്കെ കീറി വരഞ്ഞ് മുറിച്ചുകൊണ്ട് ഒരു ഇലക്ഷൻ കമ്മീഷനെ സ്വാധീനിച്ചുകൊണ്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥരെ RI പോലുള്ള AE-മാരും ഓവർസിയർമാരെ ഭീഷണിപ്പെടുത്തി സ്ഥലം മാറ്റിക്കളയുമെന്ന് ഭീഷണിപ്പെടുത്തി അവരെ വരുതിക്കുള്ളിൽ നിർത്തിക്കൊണ്ട് അവർ കൊടുക്കുന്നതായിട്ടുള്ള ഒരു സ്കെച്ചും പ്ലാനും വെച്ചുകൊണ്ട് മാത്രമാണ് ഇന്ന് തലസ്ഥാന നഗരത്തിൻ്റെ പുതിയതായിട്ട് വരുന്ന ഒരു വാർഡ് കൂടുന്നതിന് വേണ്ടി, നമുക്കറിയാം തലസ്ഥാന നഗരത്തിൻ്റെ കഴക്കൂട്ടം പോലുള്ള പ്രദേശത്ത് ഒരു വാർഡ് കൂടാനുള്ള വിസ്തീർണവും അതോടൊപ്പം തന്നെ ജനസംഖ്യ ബാഹുല്യവും ഏറെയുള്ള പ്രദേശത്ത് ഒരു വാർഡ് കൂട്ടാൻ ഒരു സ്ഥലം മാത്രം മതി. പക്ഷേ ഇന്ന് നഗരത്തിൽ ഒരു വാർഡ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് BJP-ക്ക് സ്വാധീനമുള്ളത്, നമുക്കറിയാം കേരളത്തിൻ്റെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയായിരുന്ന പട്ടം താണുള്ള സാറിൻ്റെ നാമധേയത്തിൽ അറിയപ്പെടുന്ന PTP നഗർ വാർഡ് പോലും അതിനെ കീറി മുറിച്ച് കളഞ്ഞിരിക്കുക. നമുക്കറിയാം ശ്രീവരാഗം, അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ ഇഷ്യൂ ആയ സമയത്ത് ആ പേര് കൊണ്ടുവന്നു എങ്കിലും അതിൻ്റെ ഏരിയ മുഴുവനും ആ ഹൈവേ കഴിഞ്ഞ് അപ്പുറത്തേക്ക് പോകുന്ന വള്ളക്കടവ്, ശംഖുമുഖം, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ തീർത്ഥാടനം നടക്കുന്ന തീർത്ഥക്കടവിലേക്ക് ആ ശംഖുമുഖം എന്ന് പറയപ്പെടുന്ന വാർഡ് നിലവിൽ ഇല്ലാതാക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ഇവർക്ക് കുരിയാത്തി എന്ന് പറയുന്ന വാർഡിനെ ഇല്ലാതാക്കി. അങ്ങനെ വാർഡുകളെ ഇല്ലാതാക്കിക്കൊണ്ട് ഈ ജനങ്ങളെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് വീണ്ടും അധികാരത്തിൽ വരാനുള്ള ഒരു തന്ത്രമാണ് പാർട്ടി സഖാക്കൾ പാർട്ടിയുടെ ആളുകളെ വച്ച് വരച്ച് തയ്യാറാക്കി കൊടുത്തത് പ്രകാരമാണ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വാർഡ് വിഭജനം എന്ന പേരിൽ, ഓമന പേരിൽ വിഭജനം എന്ന പേരിൽ കൊണ്ടുവരുന്നത്. എല്ലാം പാർട്ടിയുടെ സഖാക്കൾ വളരെ രഹസ്യമായി തയ്യാറാക്കിയിട്ട് ഉദ്യോഗസ്ഥരെ താഴെ ഒപ്പുവെച്ചുകൊണ്ട് ഇത് ഇലക്ഷൻ കമ്മീഷന് കൊടുത്തിരിക്കുക. ഇത് BJP ഒട്ടനവധി സമരങ്ങൾ നടത്തി, BJP ജനങ്ങളെ അറിയിച്ചു, പത്രസമ്മേളനങ്ങൾ നടത്തി അറിയിച്ചു, പരാതികൾ കൊടുത്തു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ തിരുവനന്തപുരം നഗരസഭയ്ക്കകത്ത് കിട്ടിയിട്ടുള്ളതുപോലെ പരാതികൾ മറ്റൊരു സ്ഥലത്തും കിട്ടിയിട്ടില്ല. അത്രയും അധികം റെസിഡൻസ് അസോസിയേഷൻ, വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാർ, അതുപോലെ തന്നെ ഒറ്റപ്പെട്ട് നടക്കുന്ന ഈ നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ, അവരുടെയൊക്കെ ഈ പേരുകൾ മാറുന്നത് കൊണ്ടുണ്ടാകുന്ന നഷ്ടം എന്താണ്? ഈ ഇരിക്കുന്ന നിങ്ങൾക്കും എനിക്കും എൻ്റെ ആധാറിലെ അഡ്രസ്സ് മാറണം, TC നമ്പർ മാറേണ്ടതായിട്ട് വരും, പാസ്പോർട്ടിലെ നമ്പർ മാറേണ്ടതായിട്ട് വരും, പിന്നെ ഇലക്ഷൻ ID-യിലെ നമ്പർ മാറേണ്ടി വരും, റേഷൻ കാർഡിലെ നമ്പർ മാറണം, ബാങ്ക് പാസ്ബുക്ക് മാറ്റേണ്ടി വരും. ഒരു സാധാരണക്കാരൻ എത്ര വർഷം വിവിധ ഡിപ്പാർട്ട്മെൻറ്റിൽ കയറി ഇറങ്ങിയാൽ അവൻ്റെ കയ്യിലിരിക്കുന്ന ആധികാരിക രേഖകളുടെ അഡ്രസ് ചേഞ്ച് നടപ്പിലാക്കിയെടുക്കുവാനും അതിനു വേണ്ടിയിട്ട് എത്ര 1000 രൂപ ഒരു സാധാരണക്കാരൻ ചെലവാക്കേണ്ടി വരും എന്ന് നിങ്ങളുടെ അനുഭവത്തിലും എൻ്റെ അനുഭവത്തിലും വരാൻ പോകുന്ന ദിവസങ്ങൾ മാത്രം കഴിയുമ്പോൾ അത് പ്രാബല്യത്തിൽ വരികയാണ്. നിങ്ങൾ താമസിക്കുന്ന നഗര അതിർത്തിയിലാണ് എങ്കിൽ, ഞാൻ താമസിക്കുന്ന നഗര അതിർത്തിയിലാണ് എങ്കിൽ എൻ്റെ ആധികാരികമായിട്ടുള്ള ആധാർ ഉൾപ്പെടെയുള്ള രേഖകളെല്ലാം തന്നെ അഡ്രസ്സ് മാറുകയാണ്, TC നമ്പർ മാറുകയാണ്, കെട്ടിടത്തിൻ്റെ വാർഡിൻ്റെ നമ്പർ മാറുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇപ്പോൾ നിലവിലുള്ള പൊന്നുമംഗല വാർഡ് 50 എന്ന നാമധേയത്തിൽ 50 എന്ന നമ്പറിലാണ് മുഴുവൻ ജനങ്ങൾ അതിനകത്ത് താമസിക്കുന്ന ആളുകൾക്ക് 50/1420, 1020, 90 അങ്ങനെയുള്ള TC നമ്പർ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ നിലവിൽ
ഈ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് വോട്ടർ പട്ടികയിൽ ഇറങ്ങി കഴിയുമ്പോൾ ഈ വാർഡുകളുടെ എണ്ണം ഒരെണ്ണം കൂടുന്നതിന് വേണ്ടിയിട്ട് പൊന്നുമംഗല വാർഡ് 50-ൽ നിന്ന് 55-ലേക്ക് പോവുകയാണ്. അപ്പം 55 ബാർ ടി സി നമ്പർ മാറുമ്പോൾ അവരുടെ ടി സി നമ്പർ മാറുന്നു. ഞാൻ ഈ പറഞ്ഞ പോലുള്ള എല്ലാ അധികാരരേഖകളും മാറും. അപ്പം CPM-ന് അധികാരത്തിൽ വരാൻ വേണ്ടി മാത്രം ഇത്രയും അധികം ക്രമക്കേടുകൾ കാണിച്ചുകൊണ്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഭരണകൂടം ഈ നഗരസഭയ്ക്ക് ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വസ്തുത. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ജനങ്ങളെ ഒപ്പം നിന്നുകൊണ്ട് ജനങ്ങളുടെ വിഷയങ്ങൾ, അഴിമതി, ഇവിടെ നടക്കുന്ന എല്ലാ കൊള്ളരുതായ്മകളും ഞങ്ങൾ പുറത്തു കൊണ്ടുവരുന്നത് ശക്തമായിട്ടുള്ള പ്രതിപക്ഷം എന്ന നിലയ്ക്ക് തന്നെയാണ്. ഇപ്പോൾ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഈ വർഷം അവസാനത്തോടെ, അപ്പോൾ 2 ദിവസത്തിന് മുന്നാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തിയത്. അപ്പോൾ അതിനുശേഷം ഇനി വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലുള്ള നീക്കങ്ങൾ എന്തായിരിക്കും? ഇപ്പോൾ തന്നെ അമിത്ഷാ പറഞ്ഞിരിക്കുന്നത് ഈ BJP ജയിക്കാനുള്ള മണ്ഡലങ്ങളിൽ മാത്രം സ്ഥാനാർത്ഥികളെ നിർത്തുന്നു, മറ്റ് മലപ്പുറം, കണ്ണൂർ അവിടെയൊന്നും സ്ഥാനാർത്ഥികളെ നിർത്തുന്നില്ല എന്നൊരു ആരോപണമുണ്ട്. അപ്പോൾ അമിത്ഷാ പറയുന്നത് അവിടെ എല്ലാം നിർത്തണം, കംപ്ലീറ്റ് ആയിട്ട് സ്ഥാനാർത്ഥികളെ നിർത്തണമെന്ന് പറഞ്ഞു. പക്ഷേ BJP-യിൽ തന്നെ ഒരു ഭാഗം ആളുകൾ ഇതിനെ എതിർക്കുന്നുണ്ട്. എന്താണ് അതിന്റെ സത്യാവസ്ഥ? അമിത്ഷാജി വന്ന് പാർട്ടിയുടെ കോർ ടീമും സംസ്ഥാന കമ്മിറ്റിയുമൊക്കെ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലും സ്ഥാനാർത്ഥി ഉണ്ടാകും. അതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ആളുകളുണ്ടാകും. അതെല്ലാം സംഘടനാ സംവിധാനം പക്കയായ വ്യവസ്ഥയോടുകൂടി ബഹുമാനിയായിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളെല്ലാം വളരെ വിശ്രമമില്ലാത്ത പോരാട്ടം നടത്തി ജനങ്ങളെ മുന്നിൽ ജനപ്രതിനിധികളാവാൻ വേണ്ടിയിട്ടുള്ള മുഴുവൻ ജനങ്ങളും വോട്ട് ചെയ്യാൻ സജ്ജരായിട്ട് നിൽക്കുകയാണ്. ഈ കൊള്ളരുതായ്മ പിണറായി വിജയൻ സർക്കാരിൻ്റെയും നഗരസഭകളുടെയും പഞ്ചായത്തുകളുടെയും ഒക്കെ നടക്കുന്ന കുഴപ്പങ്ങളെ സംബന്ധിച്ച് നമുക്കിനി അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. വോട്ടർമാരെ സംബന്ധിച്ച് വോട്ടർമാർ മടുത്ത്, ഈ ഭരണകൂടത്തെ മടുത്തിരിക്കുന്ന ഒരവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ അമിത്ഷാജി പറഞ്ഞ കാര്യത്തിൽ ഏറെ പ്രസക്തിയുണ്ട്. കേരളത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ തിരുവനന്തപുരം നഗരസഭ പിടിക്കാനാണ് BJP-യുടെ ലക്ഷ്യം. അപ്പോൾ CPM-ന്റെ പ്രതിപക്ഷമായിട്ട് BJP ഇങ്ങനെ നിൽക്കണം. അപ്പോൾ വീണ്ടും അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു CPM-നെയും കോൺഗ്രസിനുമായിട്ട് നേരിടേണ്ടി വരുമോ, അതോ BJP തന്നെ ഒരു വിജയം കാണുമോ? ഞങ്ങൾ ജനാധിപത്യത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഈ നഗരസഭാ ഭരണകൂടം കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ള നഗരജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന പദ്ധതികളൊക്കെ തന്നെ ജനങ്ങളെ ഹൃദയങ്ങളിൽ എത്തിയിട്ടുണ്ട്. അവർ ഇപ്പോഴേ തയ്യാറാണ്. അതുകൊണ്ട് ഒരു മാറ്റം ആഗ്രഹിക്കുന്ന പൊതുസമൂഹമുണ്ട്. മാറ്റം സ്വാഭാവികമായിട്ട് തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് മാറ്റം ആഗ്രഹിക്കുന്ന നഗരത്തിൽ 10 ലക്ഷം മുതൽ 13 ലക്ഷം വരുന്ന ജനസംഖ്യ ആനുപാതികമായിട്ടുള്ള ജനങ്ങൾ രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു മാറ്റം ആഗ്രഹിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. ഈ വികസിത കേരളം എന്നാണല്ലോ BJP-യുടെ ഒരു നയം. പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളൊന്നും തന്നെ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് അറിയില്ല എന്നൊരു പ്രധാനമായിട്ടൊരു പരാതികൾ പറയുന്നുണ്ട്. അതായത് നമ്മളെ കേരളത്തിലെ BJP അത് ജനങ്ങളിലേക്ക് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി എന്താണ് എന്നുള്ളത് എത്തിക്കുന്നില്ല എന്നൊരു ആരോപണം വരുന്നുണ്ട്. അത് ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതി പൂർണ്ണമായിട്ടും ഒരു ഗവൺമെൻറ്റിൻ്റെ, സംസ്ഥാന ഗവൺമെൻറ് വഴി, ലോക്കൽ ബോഡി വഴി താഴേക്ക് ജനങ്ങളിലെത്താം. അപ്പം ഈ എല്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലത്തൊന്നും BJP-യുടെ അധികാര സ്ഥാനത്തില്ല. അതുകൊണ്ട് തന്നെ ജനക്ഷേമ പദ്ധതികൾ, ഇപ്പോൾ നരേന്ദ്രമോദിജി പ്രഖ്യാപിച്ചിട്ടുള്ള 70 വയസ്സ് കഴിഞ്ഞിട്ടുള്ള വയോവൃദ്ധരായിട്ടുള്ള ആളുകൾക്ക് സൗജന്യമായിട്ടുള്ള ചികിത്സാ പദ്ധതി നടപ്പിലാക്കുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ് വിഹിതം സംസ്ഥാന ഗവൺമെൻറ് ഇടണം. പക്ഷേ എത്ര തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും ഗവൺമെൻറ്റും അത് മുന്നോട്ട് വന്നിട്ടുണ്ട്? കാര്യം കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കാതിരിക്കാൻ, ജനങ്ങൾ ആ സൗകര്യം ആസ്വദിക്കാതിരിക്കാൻ അല്ലെങ്കിൽ വിനിയോഗിക്കാതിരിക്കാൻ ഉള്ള പരിശ്രമങ്ങൾ കാര്യക്ഷമതയോടെ അവർ നടപ്പിലാക്കുന്നു എന്നാണ്. അപ്പോൾ അവരുടെ രാഷ്ട്രീയമായ അജണ്ടയാണ് ജനസേവനം എന്ന് പറയുമ്പോൾ രാഷ്ട്രീയത്തിന് അതീതമായി അധികാരത്തിലിരിക്കുന്ന ആളുകൾ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരം ഇത്തരമായ ചില കാര്യങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. IB വിനുവടക്കം മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കാനുള്ള ഒരു താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. BJP-യുടെ ഓഫീസിൽ ബോംബ് എറിഞ്ഞ ഒന്നാം പ്രതിയാണ്. അപ്പോൾ അതിനെ നിങ്ങളത് എതിർക്കുമോ? അതവരുടെ സംഘടനാപരമായിട്ടുള്ള ഏത് ക്രിമിനലിനെയും വെള്ളപൂശി നിർത്താനും ഏത് ആടിനെ പട്ടിയാക്കാനും ആ പട്ടിയെ പേപ്പട്ടിയാക്കാനും അതിനെ തല്ലിക്കൊല്ലാനുമുള്ള മികവ്, അവരുടെ ഇത്രയും വർഷത്തെ കളവുകൾ കാണിച്ചുള്ള അനുഭവ സമ്പത്തുള്ള പാർട്ടിയാണ് അവരെ സംബന്ധിച്ച് അവരുടെ സംഘടനാ സ്വാതന്ത്ര്യമാണ്. ആരെ സ്ഥാനാർത്ഥിയാക്കണം, മേയർ സ്ഥാനാർത്ഥിയാക്കണോ വേണ്ടേ, അതിൽ ഭൂരിപക്ഷം കൊടുക്കേണ്ടതും ജനപിന്തുണ കിട്ടിയാലല്ലേ ഈ പറയുന്ന സ്ഥാനത്ത് എത്താൻ സാധിക്കും.
അതുകൊണ്ട് കേരളത്തിലെ തലസ്ഥാന നഗരത്തിൻ്റെ ജനങ്ങൾ ഈ ഭരണകൂടത്തിനെതിരെയുള്ള വിധിയെഴുത്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ നഗരസഭയുടെ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഒരു പൂർണ്ണ പരാജയമാണെന്ന് ഒരു ആരോപണമുണ്ട്. അത് ഗായത്രി ബാബു അടക്കമാണ് അതിന്റെ ചെയർമാനെങ്കിലും ഈ റോഡിന്റെ തന്നെ ഇപ്പോൾ മഴക്കാലമാണ്, ശുചീകരണമില്ല, ഡെങ്കിപ്പനി, എലിപ്പനി എല്ലാം ഒരു ഗുരുതരമായ രോഗത്തിൽ കേരളം നിൽക്കുമ്പോൾ അത് ഒരു തിരുവനന്തപുരം നഗരം മൊത്തത്തിൽ പനിയിൽ പിടിച്ചിരിക്കുമ്പോൾ ഈ ഗായത്രി ബാബു ഇങ്ങനെ ടൂറായിട്ട് നടക്കുന്നു അല്ലെങ്കിൽ സ്ഥലത്തില്ല, അങ്ങനെ ഒരു ആരോപണം വരുന്നുണ്ട്. തീർച്ചയായിട്ടും തലസ്ഥാന നഗരത്തെ ആരോഗ്യരംഗം സമ്പൂർണ്ണ പരാജയമാണ്. നിങ്ങൾക്കറിയാം, തെരുവ് നായ്ക്കളുടെ ശല്യം കൊണ്ട് പുറത്തിറങ്ങാൻ നിർവാഹമില്ല. അലഞ്ഞു നടക്കുന്ന തെരുവ് നായ്ക്കളെ കൊണ്ട് കുട്ടികളെ സ്കൂളിൽ കൊണ്ടുവിടാൻ രക്ഷിതാക്കൾക്ക് സാധിക്കുന്നില്ല. ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല സാധാരണക്കാരന്. ഒരു പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് ഒരു കുട്ടിയെ കടിച്ചു കീറുന്ന രംഗം പോലും വിഷ്വലിൽ നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പോൾ അത്ര ഗുരുതരമായിട്ടുള്ള തെരുവ് നായ ശല്യം, അക്രമകാരികളായിട്ടുള്ള തെരുവ് നായ്ക്കളെ കൊല്ലാം എന്ന് കോടതി വാക്കാൽ പരാമർശം ഉണ്ടായിട്ട് പോലും അത് ഞാൻ കൗൺസിലിൽ ഉന്നയിക്കപ്പെട്ടപ്പോൾ അത് വന്ധ്യംകരിക്കുന്നത് സമ്പൂർണ്ണ പരാജയം എന്ന് ഉന്നയിക്കപ്പെട്ട BJP കൗൺസിലർമാർ ഉന്നയിക്കപ്പെടുന്ന സമയത്ത് വന്ധ്യംകരിക്കുന്ന തെരുവ് നായെ വീണ്ടും പ്രസവിക്കുന്നു എന്ന് ആരോപണം ഉന്നയിച്ചപ്പോൾ വളരെ കൗതുകകരമാകുന്ന ഒരു മേയറും പറയാത്ത മറുപടിയാണ്, അങ്ങനെ പ്രസവിക്കുന്നത് നിങ്ങൾ കണ്ടോ എന്നാണ് കൗൺസിലറോട് കൗൺസിൽ യോഗത്തിൽ ചോദിക്കുന്നത്. അപ്പോൾ അത്ര ബാലിശമായ ഈ നഗരത്തിലെ മാലിന്യ സംസ്കരണ രംഗത്ത് ഈ ഹെൽത്ത് കമ്മിറ്റിയും ഈ നഗരസഭാ ഭരണകൂടവും സമ്പൂർണ്ണ പരാജയമാണ്. നമുക്കറിയാം, നിരവധിയായിട്ടുള്ള നമുക്ക് ഇന്ന് നല്ലൊരു മഴ 2 മണിക്കൂർ ഒരുമിച്ച് മഴ പെയ്താൽ തലസ്ഥാന നഗരത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടിലാണ്. ഓപ്പറേഷൻ അനന്ത പാളിപ്പോയിട്ട് വർഷങ്ങളെ. അതെ, ഓപ്പറേഷൻ അനന്ത വളരെ നല്ല ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കി കൊണ്ടുവന്നു. ചില പാർട്ടി ഓഫീസുകളുടെയും ചില CPM-ന്റെ സഖാക്കളുടെയും CPM-ന്റെ അനുഭാവികളുടെയും ബിൽഡിങ്ങിൻ്റെ അടുത്തേക്ക് ഈ വികസന പ്രവർത്തനം എത്തിയപ്പോൾ അന്നത്തെ കളക്ടറായിരുന്ന ശ്രീ ബിജു പ്രഭാകർ ഉൾപ്പെടെയുള്ള ആളുകളെ അതിനെ ഫ്രീസ് ചെയ്തുകൊണ്ട് അവരെ മരവിപ്പിച്ച് നിർത്തിക്കൊണ്ട് കാണിച്ചിട്ടുള്ള തലസ്ഥാന നഗരത്തെ ജനങ്ങൾ മറക്കാനിടയില്ല. നമുക്കറിയാം, ചില സ്ഥലങ്ങളിൽ ഡ്രെയിനേജ് സംവിധാനം പോലും മഴക്കാലത്ത് വെള്ളത്തിനോടൊപ്പം ഒഴുകി ചില വീടുകളിലേക്ക് ഇരച്ച് കയറുന്ന കാഴ്ച, ദയനീയമായിട്ടുള്ള കാഴ്ച പോലും നമുക്ക് കാണാൻ സാധിച്ചു. ഇന്ന് നഗരസഭയിൽ ഈ നഗരസഭ രൂപീകൃതമായത് സ്വാതന്ത്ര്യത്തിന് മുമ്പാണ്. 1942 മുതലുള്ള ഈ എത്തി നിൽക്കുന്ന 2025 വരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം അധികാരത്തിൽ ഇരുന്നിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണ സംവിധാനത്തിൻ്റെ മികവ് എന്ന് എടുത്തു പറയാവുന്ന ഒരു കാര്യവുമില്ല. പരാജയങ്ങളുടെ ഒരു കൂമ്പാരം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നഗരവാസികൾക്ക് ഡ്രെയിനേജ് സംവിധാനം. ഇന്ന് 100 വാർഡുകളുള്ള സ്ഥലത്ത് 32 വാർഡുകളിൽ മാത്രമാണ് ഇന്ന് ഡ്രെയിനേജ് ഉള്ളത്. ബാക്കി എല്ലാ വാർഡുകളിലും കിണർ കുത്തി വെള്ളം എടുക്കണം, തൊട്ടടുത്ത് ഡ്രെയിനേജിൻ്റെ ഒരു ടാങ്ക് എടുക്കണം. അപ്പോൾ 3 സെൻറ്റിലും 2 സെൻറ്റിലും 4 സെൻറ്റിലും വീട് വെക്കുന്ന സാധാരണക്കാരന് കിണറും സെപ്റ്റിക് ടാങ്കും എടുക്കാൻ അകലം മതിയാവില്ല എന്നുള്ളതാണ്. അങ്ങനെ ജനങ്ങൾ പൊറുതിമുട്ടുകയാണ്. പക്ഷെ നഗരത്തിൽ 32 വാർഡുകളിൽ കിട്ടുന്ന ആ സൗകര്യം താഴെ കൊടുക്കുന്ന അല്ലെങ്കിൽ 100 വാർഡിലെ ജനങ്ങൾക്കും കൊടുക്കേണ്ടതാണ് എന്നുള്ളതാണ് നമ്മുടെ ചട്ടം, മുനിസിപ്പാലിറ്റി ആക്ടിൽ പറയുന്നത്. അവിടെയും 2 തരം പൗരന്മാരെ സൃഷ്ടിച്ചുകൊണ്ട് കുറച്ച് 32 വാർഡുകളിൽ എല്ലാ സൗകര്യവും ലഭ്യമാകുമ്പോൾ ബാക്കിയുള്ള വാർഡുകളിൽ ആ സൗകര്യം ലഭ്യമാക്കുന്നില്ല എന്നുള്ളതാണ് ഈ നഗരത്തിലെ മറ്റൊരു പ്രധാനമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ആ വിഷയം എന്നുള്ളത്. നമ്മുടെ ആരോപണമല്ല, വസ്തുതയാണ്. ഈ വസ്തുത നഗരവാസികൾ ബുദ്ധിമുട്ടുകയാണ്. മാലിന്യം സംസ്കരിക്കാൻ വഴിയില്ല. മാലിന്യം സംസ്കരിക്കുന്നതിന് ഹരിതകർമ്മസേന എന്ന് പറയുന്ന സന്നദ്ധ സംഘടനയ്ക്ക് രൂപം കൊടുത്തു. അപ്പോൾ നമ്മളെല്ലാവരും സന്തോഷിച്ചു. അമ്മമാര് വീടുകളിൽ കിട്ടുന്ന യൂസർ ഫീ കൊണ്ട് അവർ വിധിച്ചെടുക്കുന്ന യൂസർ ഫീ വെച്ചിട്ട് അവരുടെ അവിടെ ഇപ്പോൾ അവരെ ഒന്നിച്ചു നിർത്താനും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് തട്ടിയെടുക്കാൻ വേണ്ടി അവർക്ക് യൂണിയൻ ഉണ്ടാക്കി കൊടുത്തിരിക്കുക. ഈ യൂണിയൻ ഉണ്ടാക്കി കൊടുത്താൽ അതിൽ വരുന്ന പ്രത്യാഘാതം എന്തായിരിക്കും? സാധാരണ വീടുകളിലേക്ക് പോകുന്ന ആളുകൾക്ക് യൂസർ ഫീയുടെ തുക ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടി വേണമെന്ന് CIT യൂണിയൻ തന്നെ ആവശ്യപ്പെടും. അപ്പോൾ നഗരത്തിലെ ജനങ്ങൾ ടാക്സ് കൊടുക്കുന്ന അവസരത്തിൽ അവരുടെ മാലിന്യ സംസ്കരണം, അവരുടെ കുടിവെള്ളം, അവരുടെ തെരുവുകളൊക്കെ, അവർക്ക് മരാമത്തുമായി ബന്ധപ്പെട്ട നല്ല റോഡ്, ഇതൊക്കെ കൊടുക്കാൻ ഒരു പ്രാദേശിക ഗവൺമെൻറ് എന്നറിയപ്പെടുന്ന നഗരസഭാ ഭരണകൂടത്തിന് ബാധ്യതയുണ്ട്. ആ ബാധ്യത നിറവേറ്റുന്നതിന് പകരം അവർ ഇത്തരത്തിലുള്ള ഉഡായിപ്പ് വേലകൾ കാണിച്ചുകൊണ്ട് കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങളിൽ കുടുംബശ്രീയിലെ സഹോദരിമാരെയൊക്കെ, അമ്മമാരെയും സഹോദരിമാരെയൊക്കെ
CPM-ന്റെ ഒരു പോഷക സംഘടനയാക്കി മാറ്റപ്പെട്ടു. പക്ഷേ അമ്മമാർക്ക് ബോധ്യം വന്നതുകൊണ്ട് തന്നെ കഴിഞ്ഞ 10 വർഷമായി കുടുംബശ്രീ ഇന്നാർക്ക് വോട്ട് ചെയ്യണമെന്ന് പാർട്ടി സഖാക്കൾ പറഞ്ഞാൽ അമ്മമാർക്കും സഹോദരിമാർക്കും അറിയാം, അവർക്ക് അനുയോജ്യമായ ആളുകളെ വിജയിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 35 കൗൺസിലർമാരെ നമുക്ക് നഗരത്തിൽ സമ്മാനിക്കാൻ സാധിച്ചത്. അതുപോലെ ഇപ്പോൾ ഹരിതകർമ്മസേനയ്ക്ക് യൂണിയൻ ഉണ്ടാക്കിക്കൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഒരു സമ്പൂർണമായ ഒരു യൂണിയൻ വൽക്കരിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ ഭാഗമായിട്ട് ഇവരെ വീടുകളിൽ പോയി അവർക്ക് യൂസർ ഫീ കൊടുത്താണെങ്കിലും മാലിന്യം എടുക്കാൻ വീടുകളിൽ പോകുന്ന സൗഹാർദ്ദതയെ വോട്ടാക്കി മാറ്റാനുള്ള കുതന്ത്രം ഇപ്പോഴും CPM മെനഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഇവർക്ക് ഏത് കുരുട്ട് വഴിയിൽ കൂടിയും അധികാരം കയ്യിൽ വെക്കുക. തിരുവനന്തപുരം നഗരസഭ എന്ന് പറയുന്നത് അവരുടെ ഒരു കറവ പശുവാണ്. ആ കറവ പശുവിനെ നന്നായിട്ട് കറന്നെടുക്കാൻ ഇപ്പൊ തന്നെ ഏകദേശം അങ്ങനെ തികഞ്ഞ ഊറ്റി ഏകദേശം ഈ ബിൽഡിംഗ് മാത്രമേ അവശേഷിക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം പോയി. ഇന്ന് ഈ ബിൽഡിങ്ങിനകത്ത് കാണുന്ന ആഡംബരമൊക്കെ മേറിയിരിക്കുന്ന വാർഡുകൾ റൂമിനകത്തുള്ള ആഡംബരം, ഇന്ന് കാണുന്ന ആഡംബരം ഒക്കെ സ്മാർട്ട് സിറ്റിയുടെ ഫണ്ടാണ്, കേന്ദ്രാവിഷ്കൃത പദ്ധതിയുടെ ഫണ്ടാണ്. അല്ല എന്ന് ഞങ്ങൾ വെല്ലുവിളിച്ച് ചോദിക്കുന്നു. കേന്ദ്രമൊന്നും തരുന്നില്ലെന്നാണ് ബാലഗോപാൽ പറയുന്നത്. ബാലഗോപാലിന് എന്ത് പറയാലോ, തലസ്ഥാന നഗരത്തെ ഈ സ്മാർട്ട് സിറ്റിയുടെ ബസ്സിൽ നിങ്ങൾ ഇലക്ട്രിക് ബസ്സിന്റെ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട് സ്മാർട്ട് സിറ്റി. ഇന്ന് കാണുന്ന നഗര സൗന്ദര്യവൽക്കരണം നടപ്പിലാക്കിയിട്ടുണ്ട് എങ്കിൽ അതിന്റെ എല്ലാ വശത്തും എഴുതിയിട്ടുണ്ട് സ്മാർട്ട് സിറ്റി. അപ്പൊ സ്മാർട്ട് സിറ്റി എന്ന് പറയുന്നത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണല്ലോ, അല്ലാതെ ബാലഗോപാലൻ കൊണ്ടുവന്ന പദ്ധതിയല്ലല്ലോ. ബാലഗോപാലന് കിട്ടുന്നില്ല എന്ന പരാതി പറയാം, പക്ഷെ അവർക്ക് വാങ്ങിച്ചു തീർക്കുന്ന കണക്ക് കൊടുക്കണ്ടേ? ഇപ്പൊ ഈ ഒരു വ്യക്തി ആയാലും ഒരു സംഘടനയായാലും ഒരു ഗവൺമെന്റ് ആയാലും ആ വാങ്ങുന്ന കാശിൻ്റെതായിട്ടുള്ള ഒരു കണക്ക് തിരിച്ചു കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു ബാധ്യതയുള്ള നഗരസഭാ ഭരണകൂടം അല്ലെങ്കിൽ ലോക്കൽ ബോഡി അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് തിരിച്ച് കേന്ദ്രത്തിൽ കൊടുക്കുന്ന പണത്തിൻ്റെതായിട്ടുള്ള കണക്ക് കൊടുക്കാറില്ല. ചുമ്മാ പണം വേണം എന്ന് ആവശ്യപ്പെടുകയല്ലാതെ തിരിച്ച് കൗണ്ടർ ചെയ്ത് അതിന്റെ കണക്ക് കൊടുത്താൽ വീണ്ടും കൊടുക്കും. ഇപ്പോൾ PMIYക്ക് ഇത്ര വീടുകൾ കൊടുത്തു, ഇത്ര പണി പൂർത്തിയാക്കി, ഇത്ര വീടുകൾ ഭാഗികമാണ്, ഇത്ര രൂപ കിട്ടി, ഇത്ര രൂപ നമ്മൾ വിതരണം ചെയ്തു, ബാക്കി രൂപ ഇത്രയുണ്ട് എന്ന് കണക്ക് കൊടുത്താലല്ലേ അടുത്ത ഫണ്ട് കിട്ടും. പക്ഷെ ഫണ്ട് വക മാറ്റിക്കൊണ്ടിരിക്കുക. നേരെ ക്ലിഫ് ഹൗസിലേക്ക് നിർമ്മിക്കാൻ പോകുന്നുണ്ട്. ഫണ്ട് അവർക്ക് ഇവിടെ നഗരത്തിലെ ജനങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന ഫണ്ടുകളൊക്കെ വകമാറ്റി അതിൻ്റെ വിവിധ ഘടകങ്ങളാക്കി ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി ഒപ്പിടാത്ത ഉദ്യോഗസ്ഥരെ കൊണ്ട് ഒപ്പിടിച്ച് അതിനെ ഈ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കേണ്ടതായിട്ടുള്ള നിർവഹണ ഉദ്യോഗസ്ഥനെ പോലും ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അതിന്റെ ഒരു തെളിവാണ് ഈ സർക്കാർ സ്കൂളുകളിൽ പ്രധാന അധ്യാപകർ അവരുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് മുട്ടയൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത്. തീർച്ചയായിട്ടും അത് നമുക്കറിയാം. നമ്മുടെ സർക്കാർ സ്കൂളുകളിലേക്കുള്ള കാര്യങ്ങളിലായാലും ഗവൺമെന്റ് ലോക്കൽ ബോഡികളിൽ നിയന്ത്രണത്തിൽ വരുന്നിടത്തായാലും ഒക്കെ ഒരു ഫണ്ടിൻ്റെതായിട്ടുള്ള കുറവുകളുണ്ട് എന്നാണ്. ഇപ്പോൾ നഗരത്തിന്റെ നമുക്ക് കാണാൻ സാധിക്കുന്ന സവിശേഷത, കഴിഞ്ഞ തുടർച്ചയായിട്ട് പെയ്യുന്ന മഴ കൊണ്ട് റോഡുകളെല്ലാം തകർന്നിരിക്കുകയാണ്. ഒരു കൗൺസിലർക്ക് കിട്ടുന്ന വെറും 80 ലക്ഷം രൂപ, 85 ലക്ഷം രൂപ. ആ 80 ലക്ഷവും 85 ലക്ഷം രൂപ കൊണ്ട് ഏകദേശം 7-8 കിലോമീറ്റർ ചുറ്റളവ് വരുന്ന വാർഡിലെ ബൈ റോഡുകൾ, ഇന്റർലോക്ക്, കോൺക്രീറ്റ്, ഓട നിർമ്മാണം, റീടാറിംഗ് ഇതൊന്നും ചെയ്ത് പൂർത്തിയാക്കാൻ സാധിക്കില്ല. അവിടെ CPM-ന്റെ കൗൺസിലർമാർക്ക് തനത് ഫണ്ട് കൊടുത്തുകൊണ്ട് അവരെ സഹായിക്കുന്ന നിലപാടും BJP-യുടെ കൗൺസിലർമാർക്ക് ഈ ഫണ്ട് കൊടുക്കാതിരുന്നിട്ട് അവരുടെ പാർട്ടി സഖാക്കളെ കൊണ്ട് ബോർഡ് വയ്ക്കുക, കൗൺസിലർ കൊള്ളരുതാത്തവനാണ്, അവിടെ പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിക്കുക, അവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കുക, ഇതൊക്കെ നടന്നുകൊണ്ടേയിരിക്കുന്ന പ്രക്രിയ. നമുക്കറിയാം കഴിഞ്ഞ 2 ദിവസമായിട്ട് ഹരിതകർമ്മസേനയും കൗൺസിലർമാരുടെ പ്രവർത്തനവും തമ്മിൽ അതിൻ്റെ മോണിറ്ററിങ് മാത്രമല്ലാതെ, ഇപ്പോൾ എൻ്റെ വാർഡിനകത്ത് ഹരിതകർമ്മസേന പ്രവർത്തിക്കുന്നു. ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാലിന്യ കൂമ്പാരമുണ്ട് അല്ലെങ്കിൽ വീടുകളിൽ മാലിന്യം എടുത്തു വെച്ചിട്ട് അത് ശേഖരിക്കാനായിട്ട് ഹരിതകർമ്മസേന വരുന്നില്ല എന്ന പരാതി കിട്ടിയാൽ ഞങ്ങളോട് വിളിച്ചു പറയുകയും ഞങ്ങൾ ബന്ധപ്പെട്ട JHIമാരെയും അതിൻ്റെ കൺവീനർമാരെയും വിളിച്ചു പറഞ്ഞ് ആ മാലിന്യം അവിടെ നിന്ന് എടുത്ത് മാറ്റണം, ആ പ്ലാസ്റ്റിക് മാലിന്യം അവിടെ നിന്ന് എടുക്കണം എന്ന് ആവശ്യപ്പെടുകയല്ലാതെ അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഒരു കൗൺസിലർ കയ്യിലും വരുന്നതല്ല. അത് മേയർ ഉൾപ്പെടെയുള്ള ആരുടെ കയ്യിലും വരുന്നതല്ല. പക്ഷേ അവിടെ ഒരു കാര്യവും ഇല്ലാതെ ഞങ്ങളുടെ ചില കൗൺസിലർമാരുടെ പേരിലേക്ക് അത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവരുടെ പോലീസ്, അവരുടെ വിജിലൻസ് ഒക്കെ കണ്ടുപിടിക്കട്ടെ, ഒരു കേസ് എടുക്കാൻ സാധിക്കാതെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുവച്ച് മൈക്കെടുത്ത് വെച്ച് കെട്ടി അവിടെ പാർട്ടിയിലെ ആളുകളെ വിളിച്ച് കസേര കൊണ്ടിരുത്തിയിട്ട് അങ്ങ് പ്രസംഗമാണ്. കാരണം അടുത്ത് ഞാൻ പറഞ്ഞ പോലെ പാർട്ടി സമ്മേളനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, ആര്യ രാജേന്ദ്രൻ ഈ തലസ്ഥാന നഗരത്തിന്റെ ആനമണ്ടത്തരം ആയിപ്പോയി എന്ന് പറഞ്ഞതിനെ
അടുത്ത തുടർ ഭരണം കിട്ടൂല എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ BJPയുടെ കൗൺസിലർമാരെ പരമാവധി ചീത്തയാക്കാനുള്ള തീവ്രമായിട്ടുള്ള ശ്രമം ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നാണ്. അവിടെയാണ് ഞങ്ങൾ ജനങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട്, ജനങ്ങൾക്കറിയാം ഞങ്ങളുടെ കൗൺസിലർമാർ വന്ന ശേഷം വയോവൃദ്ധരായിട്ടുള്ള പാവങ്ങൾക്ക് കട്ടിൽ കൊടുത്തിട്ടുണ്ട് എങ്കിൽ, വയോവൃദ്ധരായിട്ടുള്ള ആളുകൾക്ക് ചികിത്സാ ധനസഹായം എത്തിച്ചിട്ടുണ്ട് എങ്കിൽ, അവിടെ സാധാരണക്കാരന്റെ കുടുംബത്തിലെ അർഹതപ്പെടുന്ന ആനുകൂല്യം, അത് കാർഷിക മേഖലയെ സംബന്ധിച്ചായാലും അതുപോലെ തന്നെ മൃഗസംരക്ഷണ മേഖലയെ സംബന്ധിച്ചായാലും എല്ലാ മേഖലയിലും ഞങ്ങളുടെ കൗൺസിലർ വന്ന ശേഷമാണ് ഇത്തരം ആനുകൂല്യങ്ങൾ അവിടെ ഉണ്ട് എന്ന് ഇവർക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളതും അവരുടെ കൈകളിലേക്ക് എത്തിയിട്ടുള്ളതും. ഇതൊക്കെ നമ്മൾ വെളിച്ചത്ത് കൊണ്ടുവരുമ്പോഴാണ് ഇവരുടെ ആവലാതിയും വേഗതയും വെപ്രാളവും ഒക്കെ കൂടുന്നത്. തുടർ ഭരണം കിട്ടൂല, BJPയുടെ ആളുകൾക്ക് നല്ല സ്വാധീനമുണ്ട്, നമുക്ക് തുടർച്ചയായിട്ട് തുടക്കത്തിൽ പറഞ്ഞതുപോലെയൊക്കെ ജയിച്ചു വരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ വിജയിച്ച ശേഷം ഞങ്ങളുടെ അടുത്ത് വരുന്ന CPMകാരനായാലും കോൺഗ്രസ്സുകാരനായാലും അവർ ഏത് പാർട്ടിയിൽപ്പെട്ട ആളാണ് നോക്കാറില്ല. അർഹതപ്പെട്ട ആനുകൂല്യം ഏറ്റവും പാവങ്ങളുടെ കരങ്ങളിൽ എത്തിക്കുക എന്നുള്ള ദൗത്യം സമ്പൂർണ്ണമായിട്ടും ചെയ്യുന്ന കൗൺസിലർമാർ ആര് എന്ന് ചോദിച്ചാൽ അത് നമുക്ക് തിരുവനന്തപുരം നഗരവാസികൾ വിളിച്ചു പറയും. BJPയുടെ 34 കൗൺസിലർമാരുള്ള വാർഡുകളിൽ രാഷ്ട്രീയം നോക്കാതെ, ജാതി നോക്കാതെ, മതം നോക്കാതെ അർഹതപ്പെടുന്ന ആനുകൂല്യങ്ങളൊക്കെ അർഹതപ്പെടുന്ന കരങ്ങളിൽ എത്തിക്കുന്നു. അതാണ് ഇവരുടെ ആശങ്കയും അവരുടെ ഭയവും. ഈ കീറി മുറിച്ച് വാർഡുകളെ ഇല്ലായ്മ ചെയ്ത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണങ്ങൾ അതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ BJP വീണ്ടും പറയുന്നു, ഈ അഴിമതി ഇനിയുള്ള 4 മാസവും ഇതേ ശബ്ദത്തിൽ, ഇതേ ആവേശത്തിൽ, ഇനി എത്ര കേസ് ഞങ്ങളുടെയൊക്കെ പേരിൽ ഉണ്ടാക്കി വെച്ചാലും അതിന് നമ്മൾ സമരത്തോട് തന്നെ മുന്നോട്ട് പോകും. ഇത്തരം നെറികെട്ട പ്രവർത്തികളെ ജനമധ്യത്തിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. ആര്യ രാജേന്ദ്രന്റെ ഈ മേയർ സ്ഥാനം തന്നെ ജനങ്ങൾക്ക് പൊറുതിമുട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ BJPയുടെ ഒരു പ്രവർത്തനങ്ങൾ ജനങ്ങൾ കൈയടിക്കുകയാണ്. വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിലടക്കം BJP മേയർ സ്ഥാനത്തിലേക്ക് വരുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം.